ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവം സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും സുസ്വാഗതം. आज के यीशु में समृद्धि के एपिसोड में मैं आपका स्वागत करना चाहता हूँ। यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से और अनुग्रह भरे नाम से आज का दिन आपका आशीषित हो। എൻ്റെ പേര് ഹരീഷ് ദ്രതി. ഞങ്ങൾ എൻ്റെ കൂടെ യേശു കർത്താവിൻ്റെ സുവിശേഷം അല്ല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിലെ ഹരിയാന സ്ട്രീറ്റിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും മിനിസ്ട്രിക്കും വർക്കിനും കർത്താവിൻ്റെ എല്ലാ വേലകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങേ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. इनका नाम हरीश है और मेरा नाम रति है। हम दोनों मिलके फरीदाबाद जो हरियाणा क्षेत्र में दिल्ली के बहुत ही नज़दीक है वहाँ पे मिलके हम सेवकाई करते हैं। मैं आपसे अनुरोध करता हूँ कि आप मेरे लिए, मेरे परिवार के लिए और सेवकाई के लिए निरंतर प्रार्थना करते रहिए। പലപ്പോഴും നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ബൈബിൾ എഴുതിയിട്ടുണ്ട്, നീ എൻ്റെയും എൻ്റെ രാജ്യത്തിനെയും കുറിച്ച് അന്വേഷിക്കൂ, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരുമെന്ന്. കേരളത്തിൽ ഇപ്പോഴും ഞാൻ ഈ ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പും എനിക്ക് ഏതോ ഒരു പാസ്റ്ററിനെ കുറിച്ച് അവരുടെ ചർച്ചിൽ നടക്കുന്ന ഇഷ്യൂ എനിക്ക് ഒരാളിപ്പോൾ ഒരു മലയാളി അയച്ചു തന്നു. മലയാളി പാസ്റ്റർ അല്ലെങ്കിൽ മലയാളി വിശ്വാസ സമൂഹം മാത്രമല്ല, എവിടെയും ഒത്തിരി ക്രിസ്ത്യൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റം പറച്ചിലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇത് ഡോക്ടറിനകത്തിൽ ഇത് അവർ തലയിൽ പ്രീച്ച് ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റർ തലയിൽ ദുപ്പട്ട അല്ലെന്നുണ്ടെങ്കിൽ തുണി ഇട്ടിട്ടുണ്ടോ, സ്വർണ്ണം ഇട്ടിട്ടുണ്ടോ, അവർ പറഞ്ഞതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോ, ചിരിച്ചോ ഇല്ല, അതൊക്കെ നോക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ 145 കോടി ജനങ്ങളിൽ, കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ 3 കോടി ജനങ്ങളിൽ 1 കോടി ക്രിസ്ത്യൻസ് കാണുമായിരിക്കും. പക്ഷേ നമുക്കൊരു വലിയ ഒരു വിശ്വാസി സമൂഹത്തിനെ, വലിയ ഒരു ഗ്രൂപ്പിനെ കർത്താവിലേക്ക് നേടാൻ വേണ്ടിയുണ്ട്. സോ അനാവശ്യമായ വിവാദങ്ങളിലും അനാവശ്യമായതിലും കളയാതെ നമ്മുടെ വിലപ്പേറിയ സമയം കർത്താവിന് വേണ്ടി ചെലവഴിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങളെ കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യണം. നോർത്ത് ഇന്ത്യ വലിയൊരു റിവൈവലിലാണ്. ഒത്തിരി പ്രശ്നങ്ങൾ യു പിയിലും ഹരിയാനയിലും. ഞാൻ തന്നെ 2 പ്രാവശ്യം ഞങ്ങളുടെ ചർച്ച അറ്റാക്ക് ചെയ്ത്, ഒരു പ്രാവശ്യം എനിക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ടും പോകേണ്ടി വന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ പോയി. പക്ഷേ അതൊന്നും കർത്താവിൻ്റെ വർക്കുകളെ ഒരിക്കലും നിർത്തുന്നില്ല. ഒത്തിരി ആളുകൾ ദൈവത്തിൻ്റെ വർക്കിന്, ദൈവരാജ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നു. വലിയ ലെവലുകളിലേക്ക് വർക്കുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ നമുക്ക് അതിനുവേണ്ടി ഫോക്കസ് ചെയ്യണം. കർത്താവിൻ്റെ സുവിശേഷം നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്ന ഭാഷകളിൽ, ഹരിയാന സംസാരിക്കുന്ന ഭാഷകളിൽ, ബീഹാർ സംസാരിക്കുന്ന ഭാഷകളിൽ, ഉത്തർപ്രദേശിൽ ഭോജ്പൂരി, ഇവരൊക്കെ എത്താൻ വേണ്ടി നമ്മളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി ചെയ്യണം. സോ വിലയേറിയ സമയം അനാവശ്യ കാര്യങ്ങൾ ചെലവഴിക്കാതെ ചെയ്യുക മുന്നോട്ട്. और वचन में जैसे लिखा है कि तुम मेरे राज्य के पहले खोजी करो तो ये सारी वस्तुएं तुम्हें मिल जाएगी। सो परमेश्वर हमसे ये चाहता है कि हम परमेश्वर के राज्य की खोजी करें। आजकल जब मैं देखता हूँ, जैसे हम ये जो एपिसोड भी रिकॉर्ड कर रहे हैं, तो कुछ टाइम पहले मेरे पास एक मैसेज आया, एक भाई ने उस कलीसिया में कुछ परेशानियाँ या कुछ ऐसी बातें उसने भेजा। तो मैं ये सोचा था कि लोगों के पास इतना टाइम है कि उस कलीसिया में क्या हुआ, इस कलीसिया में क्या हुआ, उस बहन ने प्रचार करते हुए सिर में दुपट्टा डाला नहीं डाला, सोना डाल के प्रचार किया, क्यों डाल के प्रचार किया, या हम डॉक्ट्रिन्स के ऊपर इतना सब कुछ वाद विवाद में चले जाते हैं। बट परमेश्वर का जो एक्चुअल काम है, जो रूहों को बचाना, सुसमाचार को आगे फैलाना, उसको हम भूल जाते हैं। भारत में इतने करोड़ की संख्या में हम भूल जाते हैं कि हमें जाके उनको भी प्रचार करना है, सुसमाचार फैलाना है, ताकि परमेश्वर के राज्य में वो लोग भी जुड़े। सो हमें ये सब कार्य साइड रखते हुए, उधर क्या चल रहा है, इधर क्या चल रहा है, वो सब साइड रखते हुए हमें ये सोचना है कि मैं परमेश्वर के राज्य के लिए और क्या काम कर सकता हूँ और कैसे मैं फलवंत हो सकता हूँ। ये सब हमें सोचना चाहिए. ഇന്നത്തെ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്തു നിന്നുള്ള പ്രൊഫസർ പി രാജ, അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഇവാഞ്ചലിസത്തിന് വേണ്ടിയിട്ട് എല്ലാ മാസവും പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു ദശാംശം അല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു സാമ്പത്തികം അയച്ചു തരുന്ന അങ്കിളും കുടുംബമാണ് പ്രൊഫസർ പി രാജ, തിരുവനന്തപുരത്തുള്ള. കാരണം എനിക്ക് ചാരിറ്റി, ഞങ്ങളുടെ കുടുംബവും നമ്മുടെ ചർച്ച ഒത്തിരി ചാരിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പാണ് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികങ്ങൾ അയച്ചു തരുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി ഒരു ഡിസയർ വെക്കുന്ന ആളുകളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ചാരിറ്റി കണ്ട് ആരും തുണിയില്ലാത്ത പിള്ളേർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ആഹാരം കൊടുക്കുക, അതെല്ലാം നമ്മൾ നല്ല കാര്യം. പക്ഷേ ദൈവം തന്നേക്കുന്ന ഏറ്റവും വലിയ കമാൻഡാണ് സുവിശേഷത്തിൽ ഏർപ്പെടുക, സ്ട്രീറ്റ് ഇവാഞ്ചലിസം ചെയ്യുക, പോയി ആളുകളുമായി ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ട് കാര്യം. സോ അങ്കിളും കുടുംബവും, അങ്കിൾ പ്രൊഫസർ പി രാജയ്ക്കും കുടുംബത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവും തമ്പുരാനും ദൈവമായ യേശുവേ, അങ്കിളിനെയും അങ്കിളിനെയും കുടുംബത്തിനെയും അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹവും അഭിഷേകവും ദൈവവും ആ കുടുംബത്തിന് മേളിൽ നിൽക്കട്ടെ. അവർ ഇനിയും അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഇപ്പം ചെയ്യുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി വലിയ ലെവലുകളിൽ ചെയ്യാൻ ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ജോലിയും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും
അഭിവൃദ്ധി ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി നന്ദി നന്ദി. എൻ്റെ പ്രാർത്ഥനയാണ്. അതുപോലെ ഇന്ന് എപ്പിസോഡ് മുന്നോട്ട് അതിന് ഇടയ്ക്ക് 1-2 കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഷയം എന്ന് വെച്ചാൽ ബൈബിളിനകത്തുനിന്ന് താങ്ക്സ് ഗിവിങ്, ദ പവർ ഓഫ് താങ്ക്സ് ഗിവിങ്. നന്ദി പറയുന്ന അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഒരു നന്ദിയുള്ള ഹൃദയം, നന്ദിയുള്ള ആറ്റിറ്റ്യൂഡ്, അതിലൊരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വരും. സോ അതിനെക്കുറിച്ച് ഇന്ന് ബൈബിളിൽ കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. और आज के वचन में से हम सीखेंगे पवित्र आत्मा की मदद से ये हम सीखेंगे कि जो हम धन्यवाद करते हैं उसके पीछे भी एक ताकत है. सो धन्यवाद करते हुए भी परमेश्वर उसके पीछे कार्य करता है. सो उसके बारे में आज हम सीखेंगे. എഫെസ്യരുടെ അധ്യായം 5:4 എഴുതിയിരിക്കുന്നത്, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം, ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും നടക്കരുത്, സ്തോത്രം അത്രേ വേണ്ടത്. इफिसियों की किताब 5:4 में ऐसे लिखा है, और न निर्जलता न मूर्खता की बात की, न ठट्ठे की, क्योंकि ये बातें शोभा नहीं देती, वरन धन्यवाद ही सुना जाए. അതിന് തന്നെ 19:20 എഴുതിയ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമായ പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. और उसी के 19 में ऐसे लिखा है, और आपस में भजन और स्तुति गान और आत्मिक गीत गाया करो, और अपने अपने मन में प्रभु के सामने गाते और कीर्तन करते रहो. നമ്മുടെ ബൈബിളിലെ വചനത്തിൽ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളാത്ത ജോക്കും കൊള്ളാത്ത കാര്യങ്ങളും ഇവരുടെ കുറ്റവും അവരുടെ കുറ്റവും ചീത്ത വർത്താനങ്ങളും പറഞ്ഞ് നടക്കാതെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന സമയത്ത് ബൈബിൾ വേഴ്സ് പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന സമയത്ത് ഓരോരോ സ്തോത്ര ഗാനങ്ങൾ അല്ലെങ്കിൽ സ്തുതി ഗാനങ്ങൾ പാടുക. മനസ്സിലും എപ്പോഴും അത് വെച്ചുകൊണ്ടിരിക്കുക. കാരണം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങളിലേക്ക് പോകും. നമ്മൾ ഓരോരോ ബൈബിൾ വേഴ്സുകൾ പഠിച്ചാൽ പറയുന്ന എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ ഇരിക്കുക, നന്ദിയുള്ള ഹൃദയത്തോടെ ഇരിക്കുക, നന്ദിയുള്ള ഹൃദയത്തോടെ ഇരിക്കുക. और पवित्र शास्त्र हमें ये सिखाता है कि किसी की चुगली ना करना, या हम जब मिलते हैं एक दूसरे से तो उसके बारे में कमियां या घटिया ना बोल के हमेशा जब एक दूसरे से भी मिलते हैं तो हम धन्यवाद के गीतों को गाएं, परमेश्वर के वचन को बांटना शुरू करें, स्तुतियों के गीतों को हम गाएं, आराधना करें और परमेश्वर का धन्यवाद हर एक चीज में जो परमेश्वर ने हमारे हाथों में दिया, हर एक चीज में हम परमेश्वर का धन्यवाद करते रहें. നമ്മൾ താങ്ക്സ് ഗിവിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് താങ്ക്സ് ഗിവിംഗ് ഷിഫ്റ്റ് അവർ ഫോക്കസ് ഫ്രം അവർ സെൽസ് ടു ഗോഡ്. നമ്മളിൽ നിന്ന് നമ്മൾ എപ്പോഴും നോക്കുന്ന നമ്മുടെ ലൈഫിലേക്കാണ്, നമുക്കത് കിട്ടിയോ ഇത് കിട്ടി. പക്ഷെ നമ്മൾ നന്ദി പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കേപ്പബിലിറ്റിയിലോട്ടല്ല, നമ്മുടെ ശക്തിയിലോട്ടല്ല, നമ്മൾ എപ്പോഴും ദൈവത്തിലോട്ടാണ് നോക്കുന്നത്. കർത്താവ് നന്ദി നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുന്ന ആളുകളോടാണ് നമ്മൾ നന്ദി പറയുന്നത്. സോ കർത്താവ് ഇതുവരെ ചെയ്ത അനുഗ്രഹങ്ങൾക്കും ഇതുവരെ ചെയ്ത ബ്ലെസ്സിങ്ങുകൾക്കും എല്ലാത്തിനും നന്ദി പറയണം. നമ്മൾ നന്ദി പറയുന്ന സമയത്ത് ദൈവത്തിലേക്ക് നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ആയി തുടങ്ങും, കർത്താവിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ആയി തുടങ്ങും. और जब हम धन्यवाद करते हैं तो हमारी नजरें जो है, हमारा जो फोकस होता है वो हमारी परिस्थितियों से, हम में से हटके हम परमेश्वर की ओर अपनी नजरों को लगाते हैं. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചുള്ളതെന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ ഫൈനാൻഷ്യൽ സ്ട്രഗിളുകളിൽ കൂടെ പോകുന്നുണ്ടായിരിക്കും, ചില പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ആ സമയത്ത് ആ സിറ്റുവേഷനിൽ നന്ദി പറയുക, ദൈവം വഴി തുറക്കും, അനുഗ്രഹങ്ങൾ തരും. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റി നമ്മളെ പുതിയൊരു നല്ല ലെവലിലേക്ക് കൊണ്ടുപോകും. നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എണീക്കുക, താങ്ക് യു ജീസസ്. ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എണീക്കുന്നത്. രാത്രി കിടക്കുന്ന സമയത്ത് താങ്ക് യു ജീസസ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും അതൊരു നന്ദിയുടെ പ്രാർത്ഥനയാണ്. കാരണം നമ്മൾ നന്ദി പറയുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി പുതിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. സോ പ്രശ്നങ്ങളിൽ കൂടെ പോവുകയാണോ, നന്ദി പറയുക. കർത്താവ് നീ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി. പ്രശ്നം ചിലപ്പം വാടക കൊടുക്കാൻ പൈസ കാണത്തില്ല, ചിലപ്പം പെട്രോൾ അടിക്കാൻ പൈസ കാണത്തില്ല. പക്ഷെ നന്ദി പറയുക, കർത്താവ് നീ തന്ന വീടിനും കുടുംബത്തിനും എല്ലാം എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ ലെവലുകൾ ദൈവം നമ്മുടെ ലൈഫിൽ തുറക്കും. നമ്മുടെ ലൈഫിൽ ദൈവം തന്നിരിക്കുന്ന മെൻറ്റർ, ഗുരുക്കന്മാർക്ക്, നമ്മളെ പഠിപ്പിക്കാൻ തന്നിരിക്കുന്ന പാസ്റ്റർമാർക്ക്, നമ്മുടെ ആത്മീയ പിതാവിന്, അവർക്കെല്ലാം നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ദിവസം തുടങ്ങണം. അവർ നമ്മുടെ ലൈഫിലേക്ക് ദൈവം കൊണ്ടുവന്നതിനായിട്ട് നന്ദി പറയണം. നിങ്ങൾക്ക് ആദ്യമായി ബൈബിൾ മേടിച്ചു തന്ന ആൾ, നിങ്ങൾക്ക് ആദ്യമായി വചനം പഠിപ്പിച്ച ആൾ, നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആൾ, നിങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്ന ആൾ, നിങ്ങൾക്ക് വേണ്ടി ആദ്യമായി ചർച്ചിൽ കൊണ്ടുപോയ ആൾ, അവരൊക്കെ നന്ദി പറയുക. കാരണം നന്ദിയുള്ളൊരു ഹൃദയം നമ്മൾ നോക്കുന്ന സമയത്ത് ചുറ്റുപാടും പലരും നന്ദി കുറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ നന്ദിയുള്ള ആളുകളുടെ സംഖ്യ വളരെ കുറവാണ്. നമ്മൾ ലൈഫിൽ അനുഗ്രഹിക്കപ്പെട്ട പലരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഒരു നന്ദിയുള്ള ഹൃദയത്തിന് ഉടമയായിട്ടുള്ളവരായിരിക്കും. കാരണം പലപ്പോഴും നന്ദിയുള്ള ഹൃദയത്തിന് ഉടമയായിട്ടുള്ളവർക്ക് ഇനിയും അനുഗ്രഹങ്ങൾ ഒത്തിരി വന്നുകൊണ്ടിരിക്കും ലൈഫിൽ, കുടുംബത്തിലും.
और आप जो अगुए परमेश्वर ने आपके ऊपर रखे हैं, जो मेंटर्स रखे हैं, आप उनके लिए धन्यवाद करो। धन्यवाद करो जो आपको शिक्षा देते हैं, जो हर रविवार आप चर्च जाते हो, आपके ऊपर जो अगुए हैं उनके लिए धन्यवाद करो। पास्टरों के लिए धन्यवाद करो। जिसने आपको पहला बाइबल दिया उनके लिए धन्यवाद करो। जिसके द्वारा आपने सुसमाचार को सुना, आप प्रभु में आए, उनके लिए धन्यवाद करो। सो हर एक चीज के लिए जो परमेश्वर ने किया, अपने अधिकारियों के लिए आप धन्यवाद करना शुरू करो। ഞാൻ ഇടയ്ക്ക് ഒരു ചർച്ചിലെ പാസ്റ്റർ സെമിനാറിന് അവരെ പഠിപ്പിക്കാനും പല പല കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒരു ദിവസം ഫുള്ള് പോയിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ചർച്ചിനോട് ചോദിച്ചു, നിങ്ങളുടെ പാസ്റ്ററുടെ ബർത്ത്ഡേ എന്നാ? ഒരു ചർച്ചിൽ 80-90 പേര് ഇരിപ്പുണ്ടായിരുന്നു അന്നത്തെ ആ സ്പെഷ്യൽ ലീഡർഷിപ്പ് മീറ്റിങ്ങിൽ. അതിൽ ഒരാൾക്ക് പോലും പാസ്റ്ററിൻ്റെ ബർത്ത്ഡേ അറിയത്തില്ലായിരുന്നു, ആനിവേഴ്സറി അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പാസ്റ്ററിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ദാസന് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 52 ആഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 100-120 പ്രാവശ്യത്തിന് മേളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നു വചനത്തിൽ കൂടെ. നിങ്ങളുടെ വീട്ടിൽ വന്ന് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. പല പ്രശ്ന സമയത്തും കൂടെയുണ്ട്. അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ നന്ദി പറയുന്നത്? ഞാൻ അവരോട് പറഞ്ഞു പഠിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആനിവേഴ്സറി വരുന്ന സമയത്ത് അവർ രണ്ടുപേരെയും അനുഗ്രഹിക്കുക, സാമ്പത്തികം കൊടുത്ത് അനുഗ്രഹിക്കുക, എന്തെങ്കിലും ഗിഫ്റ്റുകൾ മേടിച്ച് കൊടുത്ത് അനുഗ്രഹിക്കുക. നമ്മൾ വാട്സപ്പിൽ ഹാപ്പി ബർത്ത്ഡേ എന്നിട്ട് ഒരു കേക്കിൻ്റെ സിമ്പിളും അയക്കുന്നതല്ല. അതിനൊരു പൈസയുടെ ചിലവുമില്ല. ചിലർ അതുപോലും ചെയ്യാറില്ല. പക്ഷെ അതിന് പകരം അവർക്ക് ചിലപ്പോൾ അവരെ അനുഗ്രഹിക്കുക. അവർക്ക് പുതിയ എന്താണ് ആവശ്യമുള്ളത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അനുഗ്രഹിക്കുക. കാരണം അത് നന്ദി പറയുകയാണ്. പാസ്റ്ററെ, ഇത്രയും വർഷങ്ങൾ എന്നെ പഠിപ്പിച്ചതിന്, എനിക്ക് കൂടെ നിന്നതിന്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്, ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതിനെല്ലാം നന്ദി, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ നന്ദി പറയുന്ന സമയത്ത് നമുക്ക് ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് റിലീസ് ആവും. और बीच में एक दिन मुझे प्रचार करने के लिए एक कलीसिया में बुलाया गया था, तो स्पेशल वो पास्टर्स का मीटिंग था। तो वहाँ पे जब मुझे प्रचार करने के लिए बुलाया, वहाँ पे 90 से 100 लोग जो थे वो उस मीटिंग में उस दिन आए हुए थे। और जब मैंने प्रचार करना शुरू किया तो मैंने उन लोगों से पूछा कि आपको पता है कि आपके पास्टर का जन्मदिन कब है या एनिवर्सरी कब है? और जब मैंने पूछा तो मैं हैरान हो गया ये देख के कि किसी को भी उनके पास्टर का या उनके अगुए का बर्थडे या एनिवर्सरी नहीं पता था। फिर मैंने उनको समझाया कि आपका जो पास्टर है, आपका जो अगवा है, जो आपको हर संडे आपको वचन के द्वारा सिखाता है, आपको कम से कम साल में अगर 52 वीक्स है, 50 से ज़्यादा हफ्ते हैं और कम से कम 100 से ज़्यादा बार आपको प्रचार सुनाता है। आप जब बीमार होते हैं आपको विजिट करने आता है, आपके लिए प्रार्थनाएं करते हैं, आपके घर में दुख तकलीफ होता है तो पासवान खड़ा होता है और उनके लिए आप कम से कम साल में 1 या 2 बार उनके एनिवर्सरी या बर्थडे को आप सेलिब्रेट कीजिए। मैंने उनसे पूछा, आप कब सेलिब्रेट करते हो या आप अपने पासवान को या पास्टर की वाइफ को आप सेलिब्रेट कैसे करते हो, आप मनाते कैसे उनका दिन? कई बार मैं देखता हूँ कि लोग जो है जब बर्थडे एनिवर्सरी होता है तो हैप्पी बर्थडे डाल के और एक केक का सिंबल डाल के वो भेज देते हैं और उसमें कोई पैसे का खर्चा नहीं है। और कुछ लोग तो ऐसे होते हैं वो भी नहीं करते। बट मैं आज आपसे कहना चाहता हूँ कि जिस कलीसिया में आप जाते हो, आपका जो अगुआ है, उनके जन्मदिन, उनका एनिवर्सरी का दिन याद रखे, उनको आप सेलिब्रेट करना शुरू करो, परमेश्वर का धन्यवाद करो उनके जीवन के लिए, क्योंकि वो वचन के द्वारा आपको सिखाते हैं। എബ്രായർ 13:15 ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. और हिब्रानियों की किताब 13:15 में ऐसे लिखा है, इसीलिए हम उसके द्वारा स्तुति रूपी बलिदान अर्थात उन होठों का फल जो उसके नाम का अंगीकार करते हैं परमेश्वर को सर्वदा चढ़ाया करें. നമ്മുടെ ദൈവത്തിനോട് നമ്മൾ താങ്ക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ദൈവമായിട്ട് കൂടുതൽ അടുക്കും, നമ്മൾ കർത്താവുമായിട്ട് കൂടുതൽ അടുക്കും. നമ്മുടെ മനസ്സിലൊരു താങ്ക്സ് ഗിവിങ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അധരത്തിൻ്റെ ഫലം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ഫലമാണ്. ചുണ്ടിൻ്റെ ഫലം, ചുണ്ടത്തുനിന്ന് വരുന്ന തുപ്പലോ അല്ലെന്നുണ്ടെങ്കിൽ സലൈവ, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ചുണ്ടത്തുനിന്ന് വരുന്ന നമ്മൾ ഒത്തിരി ഒരു ചില ആളുകളുമായിട്ട് നമ്മളിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരില്ലായ്മകളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ചില ഫ്രണ്ട്സുമായിട്ടല്ലെന്നുണ്ടെങ്കിൽ ചില കുടുംബക്കാരുമായിട്ട് ഇരിക്കുവാണെങ്കിൽ പറയും അതില്ല ഇതില്ല, ഇവിടെ പ്രശ്നം അവിടെ പ്രശ്നം, അവരെ പറയുന്നതും ഡിക്ലെയർ ചെയ്യുന്നതും അത് തന്നെ. പക്ഷേ നമ്മൾ ചില ആളുകളുമായിട്ട് ഇരിക്കുകയാണ്, അനുഗ്രഹിക്കപ്പെട്ട ആളുകളുമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അവർ പറയും, ദൈവം എനിക്ക് ഇന്ന കാർ തന്നു, ഇന്ന വണ്ടി തന്നു, ഇന്ന കുഞ്ഞുങ്ങളെ തന്നു, ഇന്ന ജോലി തന്നു, ഇന്ന ബിസിനസ് തന്നു, ഇന്ന മിനിസ്ട്രി തന്നു, എന്നെക്കാളും ഒത്തിരി കേപ്പബിൾ ആയിട്ടുള്ള പലരും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. അവരുടെ വായിൽ നിന്ന് എപ്പോഴും നന്ദി കർത്താവേ, ദൈവത്തിന് നന്ദി, നിനക്ക് സ്തുതി കർത്താവേ, ഞാൻ ഈ ലെവലിനൊന്നും ഞാൻ ഒരു എന്താ പറയുന്നത് അതിനൊന്നും അർഹിക്കപ്പെട്ടവനൊന്നും അല്ല, പക്ഷേ നീ എനിക്ക് ഒത്തിരി കൃപകൾ തന്നു, ഒത്തിരി ദയകൾ തന്നു, ഒത്തിരി സാമർഥ്യങ്ങൾ തന്നു, നന്ദി കർത്താവേ, നന്ദി കർത്താവ്. അവരുടെ വായിൽ നിന്ന്
എപ്പോഴും വീണുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ആയിരിക്കും. സോ എപ്പോഴും നമുക്ക് കർത്താവുമായിട്ട് അടുക്കണമെന്നുണ്ടെങ്കിൽ വായിൽ നിന്ന് വരുന്ന വർത്താനം അല്ലെന്നുണ്ടെങ്കിൽ ആദരത്തിൻ്റെ ഫലം, ചുണ്ടിൻ്റെ ഫലം എന്ന് പറയുന്നത് നന്ദി നിറഞ്ഞ വാചകങ്ങളായിരിക്കണം. और बाइबल में यहाँ लिखा है कि स्तुति रूप बलिदान और हमारे होठों का जो फल है, जो आराधना है, उससे हम परमेश्वर का सदा सर्वदा धन्यवाद करें. सो जब हम मुंह खोलते हैं, हम परमेश्वर का धन्यवाद करें. परमेश्वर ने जो कार्यों को किया, वो नहीं हम मुंह खोलते ही हमारे मुंह से सलाइवा निकलता है, वो वाली बात नहीं कर रहा हूँ. बट कुछ लोगों को आप देखते हैं, जैसे ही वो मुंह खोलते हैं, वो जो उनके जीवन में है नहीं उसके बारे में वो ज़्यादा बात करते हैं, वो चीज़ों की खराबियों के बारे में बात करते हैं. वो ये बोलते हैं, अरे मेरे पास ये सामान नहीं है, वो सामान नहीं है. बट बाइबल हमें ये सिखाती है कि आप जब मुंह खोलो तो आप धन्यवाद की प्रार्थनाओं को, आराधना को करना शुरू करो. परमेश्वर का धन्यवाद करो कि परमेश्वर ने जो कार्य को किया उसके लिए आप परमेश्वर का धन्यवाद करना शुरू करो. നമ്മൾ നന്ദി പറയുന്ന ദൈവത്തിനോടും മറ്റുള്ളവരോടും നന്ദി ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ നമുക്ക് ഒരു അനുഗ്രഹങ്ങൾ തരുന്നവരുമായിട്ട് അവർക്ക് ഒരു നന്ദിയില്ല. കാരണം നമ്മുടെ ചർച്ചിൽ ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫാമിലിയിൽ ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്, ഫ്രണ്ട്സിൽ കണ്ടിട്ടുണ്ട്. നന്ദി എന്ന് പറയുന്ന കാര്യം അവർക്കില്ല. മനുഷ്യനോട് നന്ദി ഇല്ലാത്തവൻ ഒരിക്കലും ദൈവത്തിനോട് നന്ദി കാണിക്കാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത്, എനിക്ക് മനുഷ്യരുമായിട്ട് എന്തിനാണ് ഞാൻ നന്ദി പറയുന്നത്, എനിക്ക് ദൈവം തന്നു വിട്ടതാണ്. പക്ഷേ ബൈബിൾ എഴുതിയിട്ടുണ്ട്, കാണുന്ന മനുഷ്യരെ സ്നേഹിക്കാത്ത, കാണുന്ന മനുഷ്യരോട് നന്ദി ഇല്ലാത്ത ദൈവം, കാണാത്ത ദൈവത്തിനോട് നീ എവിടെ നന്ദി ഉണ്ടാകാൻ പോകുന്നത്? സോ ഒരിക്കലും ആ ഒരു ഹാർട്ട് ഇല്ലാത്തവർ, എൻ്റെ അനുഗ്രഹങ്ങൾ, ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും ഈ ചർച്ചിൻ്റെയും വലിയ അനുഗ്രഹങ്ങളുടെ ഒരു കാരണമെന്ന് പറയുന്നത് എനിക്കറിയാം. ഞാനൊരു മനസ്സിനകത്തുനിന്ന് ഞാൻ നന്ദിയുള്ള ഒരാളാണ്. ദൈവത്തിനോടും മനുഷ്യരോടും അടുത്തുള്ളവരോട് എല്ലാത്തോടും ഒരു നന്ദി ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നതെന്ന് എനിക്കറിയാം. और हमें परमेश्वर के साथ साथ मनुष्य के साथ भी धन्यवादी हृदय के साथ रहना है. कई बार मैंने देखा कि अलग अलग लोगों को, चाहे वो कलीसिया में, परिवार में, रिश्तेदारी में, मैंने देखा लोग जो है एक दूसरे के लिए भी धन्यवाद नहीं करते. उनको कोई आशीष मिला, वो उसके लिए भी धन्यवाद नहीं करते. और बाइबल हमें कहती है, वो व्यक्ति जो तुमने परमेश्वर को, जिसको तुमने देखा नहीं, उससे तुम कैसे प्यार कर सकते हो? जब मनुष्य जिसको तुम देखते हो, तुम उससे नहीं प्यार कर सकते या उसको धन्यवाद नहीं कर सकते, तो मुझे जिससे तुमने देखा ही नहीं कभी, तुम मेरे से कैसे प्यार या धन्यवाद कर सकते हो? सो हमें पहले मनुष्यों के लिए धन्यवाद करना है. जो परमेश्वर ने हमारे जीवन में लोग दिए हैं, उनके लिए हमें परमेश्वर का धन्यवाद करना है. मनुष्यों का हमें धन्यवाद करना है. उन्होंने कोई आशीष आपके जीवन में दिया, उसके लिए आप धन्यवाद कीजिए. मैं देखता हूँ कि मेरी कलीसिया में इतने सारे काम जो होते हैं, इतने सारे इक्विपमेंट्स, इंस्ट्रूमेंट्स, और परमेश्वर जो लोगों को भेजता है, इसीलिए क्योंकि मैं बाय बर्थ, मेरा नेचर है कि मैं धन्यवादी हृदय का हूँ. मैं परमेश्वर का धन्यवाद करता हूँ. मैं लोगों का भी धन्यवाद करता हूँ. अगर उन्होंने कोई आशीष मेरे जीवन में दिया, मैं उनके लिए धन्यवाद करता हूँ. वो आशीष जो मेरे जीवन में उनके द्वारा आया, उन मनुष्यों को भी मैं फ़ोन करके मैं धन्यवाद करता हूँ. इसी कारण मैं और अनुग्रह को, मैं और आशीषों को खींच लेता हूँ. सो हमें मनुष्यों के प्रति भी धन्यवादी हृदय के साथ रहना है. ഞാൻ എല്ലാ മാസവും, ഞാനിതൊരു 1, 2, 3 വർഷങ്ങൾ കൊണ്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. ഞാൻ എല്ലാ മാസവും തുടങ്ങുന്നതിന് ദിവസം, ചിലപ്പോൾ 31-ാം തീയതി, 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി, ഞാൻ എൻ്റെ ഒരു ഡയറിയിൽ, എൻ്റെ നോട്ട്ബുക്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ബൈബിളിൻ്റെ കൂടെ തന്നെ ഒരു ബുക്കും വെക്കും. എന്താ ഇന്ന് ദൈവം സംസാരിച്ച് പഠിച്ച് അതിനുവേണ്ടി ഒരു ബുക്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എല്ലാ മാസവും തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ഫ്രഷ് പേജ് എടുത്ത് അതിൻ്റെ മേളിൽ എഴുതും. ഇപ്പം നവംബർ ആണെന്നുണ്ടെങ്കിൽ നവംബർ, ഡിസംബർ ആണെങ്കിൽ ഡിസംബർ, നവംബർ 2024 എക്സ്പെക്റ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ്. നവംബറിലെ ഞാൻ ചിലരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്, ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ചില കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അതിന് വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് ചിലർ എനിക്ക് ക്യാഷ് ഗിഫ്റ്റ് എനിക്ക് പേഴ്സണലായിട്ട് കൊണ്ടുതരും, ചിലർ തുണി കൊണ്ടുതരും, ചിലർ ഫർണിച്ചർ മേടിച്ച് തരും, ചിലർ സ്വർണം തരും, ചിലർ മൊബൈലും ഗാഡ്ജറ്റും ചിലപ്പോൾ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും തരുന്നത്. അത് ഞാൻ അവിടെ എഴുതും. ഇന്ന ആൾ രാഹുൽ, അല്ലെന്നുണ്ടെങ്കിൽ ശശിധരൻ നായർ, അല്ലെന്നുണ്ടെങ്കിൽ രാജ, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന ആൾ എനിക്ക് ഇത്ര രൂപ എനിക്ക് വേണ്ടിയിട്ട്, ചർച്ചിന് വേണ്ടിയിട്ട്, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അയച്ചു. ഈ നവംബർ 8-ാം തീയതി ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു. അന്നത്തെ ദിവസം ഒത്തിരി ആളുകൾ ഞങ്ങളെ അനുഗ്രഹിച്ചു, ഗിഫ്റ്റുകൾ തന്നു, ക്യാഷ് ഗിഫ്റ്റുകൾ തന്നു. അപ്പം ഞാൻ ഈ പേരൊക്കെ എഴുതും, തുണി തന്നു, അവരുടെ പേരെഴുതും. ഞാൻ ആദ്യം ഇത് തുടങ്ങിയ സമയത്ത് 2-3 പേരായിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ മാസം ഇപ്പം തന്നെ 20-22 പേര് ആയി. പണ്ട് ഒരു പേജിൻ്റെ പകുതി 3-4 ലൈൻ പോലും തീരത്തില്ലായിരുന്നു. ഇപ്പോൾ 1-2 പേജുകളൊക്കെ ആയി തുടങ്ങി. കാരണം അത് ഞാൻ എഴുതുന്ന സമയത്ത് നന്ദി പറയുക, കർത്താവേ നന്ദി, 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 നീ ചെയ്യുന്ന വലിയ കാര്യങ്ങൾക്കും വലിയ ലെവലുകൾക്കുമായിട്ട് നന്ദി. അത് ഞാൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ലൈഫിൽ കൂടാൻ തുടങ്ങി. ഞാൻ നിങ്ങൾക്കും തുടങ്ങാവുന്നതാണ്. പറയാം, പാസ്റ്റർ ആയതുകൊണ്ട് ഒത്തിരി പേര് അനുഗ്രഹിക്കുന്നു. ഒരു രൂപ പോലും ആരും കൊടുക്കാത്ത പാസ്റ്റർമാരും ഉണ്ട്. ഒരു
കാര്യങ്ങളും കിട്ടാത്തവരുണ്ട്. എനിക്കും കുടുംബത്തിനും ഞങ്ങൾക്ക് സ്വർണ്ണം ഗിഫ്റ്റായിട്ട് വരും, മൊബൈലുകൾ ഗിഫ്റ്റായിട്ടുകൾ വരും, പല തുണികൾ ഗിഫ്റ്റായിട്ട് വരും, ഷൂ ഗിഫ്റ്റായിട്ട് വരും, ഒത്തിരി കാര്യങ്ങൾ വരും. കാരണം ഞങ്ങളും കൊടുക്കും, ഞങ്ങൾ വിതയ്ക്കുന്ന ഒരു വേറെ ഒരു കാര്യം. അത് വളരെ ഒരു വലിയ ആസ്പെക്റ്റാണ്. പക്ഷെ ഒരു നന്ദി നിറഞ്ഞ ഒരു ഹൃദയമാണ്. വാച്ചുകൾ ഗിഫ്റ്റായിട്ട് വരും. അതെല്ലാം ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ. സോ ഇത് നിങ്ങൾക്കും കുടുംബത്തിനും ചെയ്യാവുന്നതാണ്. और पिछले 1-2 महीने से मैंने एक काम को करना शुरू किया. जैसे मैं बाइबल पढ़ता हूँ, मैं अपने बाइबल के साथ साथ एक नोटबुक रखता हूँ. तो परमेश्वर जो मुझे बोलता है मैं उसको उसमें लिखता हूँ. और उसी के साथ जो व्यक्ति मेरे जीवन में जिसने मुझे ब्लेस किया, मुझे आशीष किया, मैं उस नोटबुक में लिखता जाता हूँ कि इस व्यक्ति ने या इस परिवार ने मुझे ब्लेस किया. चाहे वो कपड़ों के साथ हो, चाहे वो पर्सनल फाइनेंस के साथ हो, चाहे वो गाड़ी के साथ हो, चाहे वो वॉच के साथ हो, किसी भी चीज़ के साथ हो, तो मैं उनका नाम लिखता हूँ और उन्होंने किस चीज़ के साथ आशीषित किया मैं वो लिखता हूँ. और उनके लिए धन्यवाद करता हूँ, परमेश्वर का भी धन्यवाद करता हूँ कि परमेश्वर धन्यवाद उस व्यक्ति को तूने मेरे जीवन में दिया. और उनके लिए मैं प्रार्थना करता हूँ. और मैंने ये जब काम करना शुरू किया, मैंने देखा कि पहले मैं जब नहीं करता था तो लोगों की संख्या कम थी. बट जैसे मैंने वो लिख के प्रार्थना और धन्यवाद करना शुरू किया तो लोगों की गिनती वो बढ़ती जाती है. और सच में परमेश्वर यही काम करके दिखाता है. जब हम धन्यवाद करते हैं, परमेश्वर हमारे आशीषों की संख्या जो है वो बढ़ाता है, हमें ब्लेस करता है. और पिछले कुछ दिनों पहले हम अपने एनिवर्सरी को सेलिब्रेट कर रहे थे और बहुत सारे लोगों ने आके हमें ब्लेस किया. कुछ लोगों ने सोने के साथ ब्लेस किया, कुछ ने कैश के साथ ब्लेस किया, कुछ ने कपड़ों के साथ ब्लेस किया. और मैंने सब वो लिखा और मैंने परमेश्वर का धन्यवाद किया. मैं ये नहीं कह रहा हूँ या आप ये देख के कह रहे होंगे कि पास्टर जी आप तो पासवान हैं इसीलिए लोग आपको आशीषित करते हैं. मैं ऐसे पासवानों को भी जानता हूँ जिनको लोग 10 रुपए के साथ भी आशीषित नहीं करते और ऐसे के भी जानता हूँ जो बहुतों के साथ आशीषित होते हैं. और इसीलिए भी क्योंकि हम भी बोते हैं, वो एक अलग सब्जेक्ट है जिसको मैं आज नहीं छेड़ता हूँ. हम भी बोते हैं, इसी कारण हम वो काटते हैं. बट उससे कई ज़्यादा हम धन्यवाद करते हैं परमेश्वर का और उन लोगों के प्रति भी हम धन्यवाद होते हैं. इसीलिए परमेश्वर हमें ब्लेस करता है. ഹല്ലേലൂയ. ഞാൻ എൻ്റെ റൂമിൽ അതുപോലെ ഒരു ട്രേ വെച്ചിട്ടുണ്ട്. ഞാനൊരു വലിയൊരു ട്രേ, അതിൻ്റെ ഒരു ബൈബിൾ വേഴ്സ് ഞാൻ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അതിലോട്ട്. ഹൂ ഹാസ് മോർ വിൽ ബി ഗിവൻ. ഉള്ളവർക്ക് ഇനിയും ദൈവം കൊടുക്കും. ആൻഡ് ഗിവ് ഇൻ മോർ അബണ്ടൻസ് എന്ന് വെച്ചാൽ ആ വചനം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഉള്ളവർക്ക് ഇനിയും കൊടുക്കും. ഞാൻ ആ ട്രെയിൽ എന്തോ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആളുകൾ എൻവലപ്പിലിട്ട് ചിലപ്പോൾ എന്നെ പേഴ്സണലായിട്ട് ബ്ലെസ് ചെയ്യും. ഞാൻ ആ എൻവലപ്പ്, ഇത് കുറച്ചും ആളുകൾ കൊണ്ട് തുടങ്ങിയതാണ്, 10-50 എൻവലപ്പായി കാണും ഇപ്പം. എൻവലപ്പ് ഞാൻ ഈ റീസെൻ്റ്ലിയാണ് തുടങ്ങിയത്. അതിൽ ഞാൻ ആ ഫൈനാൻസ് എടുത്തിട്ട് ദശാംശം മാറ്റി വെച്ചിട്ട്, ചർച്ചിൻ്റെ അല്ല, എനിക്ക് പേഴ്സണലി എനിക്കും വൈഫിനും ആരെങ്കിലും അനുഗ്രഹിച്ചുള്ള കാര്യമാണ്. ഞാൻ എന്നിട്ട് ആ എൻവലപ്പ് അവിടെ വെക്കും. എൻവലപ്പ് വെക്കുന്നതെന്ന് വെച്ചാൽ ഞാനത് നന്ദി പറയുക, കർത്താവേ ഈ എൻവലപ്പിൽ കൂടെ നീ അനുഗ്രഹിച്ചു, എനിക്ക് വേണ്ടി ഒരു അനുഗ്രഹം തന്നു. ആ എൻവലപ്പിൻ്റെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുക. അവിടെ ഞാൻ വേറെ പല ചില കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഓൾറെഡി ദൈവം അനുഗ്രഹിച്ചത്. എൻ്റെ ബൈബിളിനകത്തിൽ എൻ്റെ ഇതിപ്പം മലയാളം ബൈബിൾ ഞാൻ വായിച്ചു. ഇത് ഞാൻ എൻ്റെ റെഗുലർ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ബൈബിളാണ്. അതിൻ്റെ അടിയിൽ ഞാൻ 3 ഫീസ് സ്ലിപ്പ് ഇരിപ്പുണ്ട്. ഒരു 2021-ലോ 2022-ലോ ആണെന്ന് തോന്നുന്നു. 3 മക്കളുടെയും ഫീസിൻ്റെ എമൗണ്ട് 3 പേരുടെയും കൂട്ടി ഓൾമോസ്റ്റ് 1 lakh അടുത്തായി, 95,000 അടുത്തായി. അത് സ്കൂളിൽ കൊടുക്കേണ്ട സമയമായി, കൊടുക്കാനും പറ്റുന്നില്ല. എന്നെ ഒരു ബ്രദർ, നമ്മുടെ ചർച്ചിൽ പോലും വരുന്ന ആളല്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളി വിളിച്ച് സംസാരിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരം സമയത്ത് 1 ലക്ഷം രൂപയുടെ ചെക്ക് എനിക്ക് എഴുതി തന്നു. 1 ലക്ഷം രൂപ ക്യാഷോ ചെക്കോ എന്തോ 50,000 രൂപയുടെ 2 പാക്കറ്റോ എന്തോ തന്നു. അതുകൊണ്ടാണ് ഞാൻ ഫീസ് അടച്ചത്. അപ്പോൾ ആ ഫീസിൻ്റെ സ്ലിപ്പും എൻ്റെ ബൈബിൾ ഇരിപ്പുണ്ട്. പിന്നെ ആ ചെക്ക് ഞാൻ 3 സെക്യൂരിറ്റി ചെക്ക് കൊടുത്തിരുന്നു അവർക്ക് തരാമെന്ന് പറഞ്ഞു. അത് പൈസ അടച്ചു കഴിഞ്ഞാൽ ആ ചെക്ക് തിരിച്ചു മേടിച്ച് അത് ഞാൻ എന്നെ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ നന്ദിയാണ്. കർത്താവെ നീ ഇന്ന ദിവസങ്ങളിൽ കൂടെ നടത്തി, നീ ഇനിയും വരുന്ന ദിവസങ്ങളിൽ കൂടെ നടത്തും. കാരണം നമ്മൾ അതൊരു ഹാർട്ട് ഫെൽട്ട്, ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൽക്കുക. കർത്താവ് ഇനിയും, ഞാൻ എൻ്റെ ചില എക്സ്പീരിയൻസുകൾ അങ്ങേയും കുടുംബമായിട്ട് ഷെയർ ചെയ്യുകയാണ്. और पिछले कुछ दिनों से मैंने एक और चीज़ करना शुरू किया. जैसे मेरे प्रार्थना कमरे में मेरा जो टेबल है वहाँ पे एक मैंने ट्रे रखा है और ट्रे में जो है जैसे कोई हमें कैश के साथ ब्लेस करता है, वो हमारा पर्सनल लाइफ में, कलीसिया के लिए नहीं, बट किसी ने अगर हमें पर्सनली ब्लेस किया, मेरे को या मेरी पत्नी को या मेरे बच्चों को, उसमें से जो है फिनेंस निकाल के हम दशांश पहले अलग निकालते हैं और उसके बाद मैं वो एनवलप को उसी ट्रे में रखता हूँ. और उस ट्रे में एक आयत मैंने लिख के रखा है, जिसके पास है उसको और दिया जाएगा और जिसके पास नहीं है उससे वो भी लिया जाएगा. इसका मतलब जिसके पास है उसको और अधिक दिया जाएगा. तो मैं उन एनवलप को वहाँ रख के मैं परमेश्वर का धन्यवाद करता हूँ उन लोगों ने जो मेरे लाइफ में, मेरी पत्नी के लाइफ में बोया. और उसके बाद मैं क्लेम करता हूँ कि परमेश्वर जिसके पास है उसको और दिया जाएगा. मैं और आशीष को, अनुग्रह को बुलाता हूँ. उस ट्रे में मैंने और भी चीज़ें रखी हैं जो मेरे को परमेश्वर ने ब्लेस किया, वो चीज़ें भी मैंने
उसमें रखी है। और मैं इसीलिए आपको बता रहा हूँ क्योंकि हमें धन्यवादी हृदय के साथ रहना है। और उसी के साथ कुछ टाइम पहले, 1-2 साल पहले, हमारे तीनों बच्चों का जो है स्कूल फ़ीस ड्यू था और कम से कम 1 लाख के करीब पहुंच गया था, वो पे नहीं कर पाए थे। और मैंने ऑलरेडी स्कूल में जो है चेक एडवांस में दे दिया था और मैंने बोला था कि इतने दिनों में हम उसको जमा करेंगे। और एक दिन मैं कहीं पे प्रार्थना करने गया, वो वे भाई जो है कलीसिया में भी नहीं आते, मैं प्रार्थना करने गया और उस भाई ने मुझे 1 लाख का जो है वो कैश मेरे को दिया। और उसके बाद जैसे दशांश निकालने के बाद मैंने वो जाके उसको जमा करवाया, बच्चों का फ़ीस हमने पे किया। और जो चेक मैंने जब वापस लिया, वो चेक दोबारा लेके मैंने अपने प्रार्थना कमरे में जो पिन बोर्ड है उसमें लगा के मैंने परमेश्वर का धन्यवाद किया कि परमेश्वर तू हर एक ज़रूरतों को पूरी करने वाला परमेश्वर है। और जब भी मैं उस चेक को देखता हूँ या मैंने अपने बाइबल के अंदर वो फ़ीस स्लिप्स रखे हैं, जब भी मैं देखता हूँ मुझे वही याद आता है कि परमेश्वर ने पिछली बार किया और परमेश्वर को मैं धन्यवाद करता हूँ कि परमेश्वर हमें ആശീർവദിച്ചിട്ട് करता है, ബ്ലെസ് करता है। ഞാനൊരു പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. ക്രിസ്മസിൻ്റെ സമയത്ത് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല സീസണാണ്. ഞങ്ങൾ 200 ബൈബിളുകൾ അന്ന് വരുന്ന പലർക്കും കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഒരു ബൈബിൾ നമുക്ക് 300 രൂപയ്ക്ക് അടുത്താണ് കിട്ടുന്നത്. ഇത് ഫുൾ ബൈബിളാണ്. കാരണം വിശ്വാസികൾ ഒത്തിരി പേര് വരും പുതിയ, അവർക്ക് ഞാൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഒരു 20 ബൈബിള്, 30 ബൈബിള്, 10 ബൈബിള് സ്പോൺസർ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ലോർഡ്, സ്തോത്രം. എൻ്റെ വിശ്വാസമാണ് ഇന്നത്തെ ദിവസം അങ്ങേ കുടുംബം ഒരു അനുഗ്രഹം നിറഞ്ഞ ദിവസത്തിലാണെന്ന്. ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഒത്തിരി നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം പലരുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് പലരും ഫോൺ ചെയ്ത് കേരളത്തിൽ നിന്ന് മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ ചെയ്തിരിക്കും, പാസ്റ്റർ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു, അതിനുവേണ്ടി ഒരു ബൈബിൾ വേഴ്സ് പറഞ്ഞു തരണമേ, ഏത് വേഴ്സ് എടുത്താണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇന്നൊരു ഗുഡ് ന്യൂസ് അങ്ങേ കുടുംബത്തുമായി ഷെയർ ചെയ്യുന്നു. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ രോഗശാന്തിക്കായിട്ടുള്ള 21 തിരുവെഴുത്തുകൾ. ഇതിൽ പുറയിൽ എൻ്റെ ഒരു ടെസ്റ്റ് മണിയുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ, ഓരോരോ ബൈബിൾ വേഴ്സ് എടുത്തുകളും എങ്ങനെ പ്രാർത്ഥിക്കാം, പിന്നെ നിങ്ങളുടെ സ്വന്തം ഡിക്ലറേഷൻസും എങ്ങനെ എഴുതാം. നിങ്ങൾക്ക് എഴുതി പ്രാർത്ഥിക്കാം, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ഓരോരോ ബൈബിൾ വേഴ്സ് എടുത്ത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള 21 വേഴ്സുകൾ. വളരെ ചെറിയൊരു ബുക്കാണ്, വളരെ ചെറിയ ഒരു കുറഞ്ഞ വിലയ്ക്കുമാണ്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക, ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളത് കൊറിയർ ചെയ്യാം ലോകത്തിൻ്റെ ഏത് കോർണറിലാണെന്നുണ്ടെങ്കിലും. ചർച്ചിൻ്റെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ ഞങ്ങളുടെ മിഷൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിനും ഞങ്ങൾ തരാൻ താല്പര്യപ്പെടുന്നു. സോ അഡ്രസ്സ് ഷെയർ ചെയ്യുക, തീർച്ചയായും അയക്കുന്നതായിരിക്കും. ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ പലർക്കും ഞാൻ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ എല്ലാവരും മൊബൈലിൽ ടൈം സ്പെൻഡ് ചെയ്യും. നമ്മൾ യൂട്യൂബിൽ ചിലപ്പോൾ പ്രസംഗങ്ങൾ കേൾക്കും. പക്ഷേ അതിൻ്റെയൊക്കെ കൂടെ വായന അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം വായിച്ച്, ബൈബിൾ കർത്താവ് നമുക്ക് വീഡിയോ രൂപത്തിലല്ല തന്നിരിക്കുന്നത്, എഴുതി തന്നിരിക്കുകയാണ്. നമ്മളത് പഠിക്കുന്ന സമയത്ത്, അത് വായിക്കുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിലോട്ട് പതിയും. അതുപോലെ തന്നെ നമ്മളൊരു ബുക്ക് എടുത്ത് വായിക്കുന്ന സമയത്ത്, ഞാൻ എൻ്റെ തന്നെ പേഴ്സണൽ ലൈബ്രറിയിൽ ഒരു 250-300 മേലുള്ള ബുക്കുകൾ എനിക്കുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഓഫീസിലും ഒത്തിരി ബുക്കുകളുണ്ട് അടുത്ത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വായിക്കുന്നു, പഠിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയത് വായനകളിൽ കൂടാണ്. സോ ഞാൻ എൻകറേജ് ചെയ്യുന്നു. ഇതൊരു 35-40 പേജുള്ള ഒരു ചെറിയ ബുക്കാണ്. അത് എഴുതിയത് തന്നെ ചെറുതായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1-2 ദിവസങ്ങളിൽ അത് ഫിനിഷ് ചെയ്യാം. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഓരോരോ വചനം എടുത്ത് ഡിക്ലറേഷൻ ചെയ്യാം. എൻ്റെ വിശ്വാസമാണ് അങ്ങേക്ക് കുടുംബത്തിൽ ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു സമയമായിരിക്കും. അതിനുവേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നു. ഈ ബുക്കുകളെ ഞാൻ കർത്താവ് തമ്പുരാൻ്റെ കൈകളിലേക്ക് എടുത്തെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബുക്ക് ഞങ്ങൾ ഇന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ബുക്കിനെ ഇത് വായിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അസുഖങ്ങൾ വിട്ട് മാറട്ടെ, ഒരു വിടുതലുണ്ടാകട്ടെ, അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളിലേക്ക് മുന്നോട്ട് പോകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നന്ദി അപ്പാ, നന്ദി യേശുവേ, കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്ലെസ്സിങ്സ് ഓൺ യു. അനുഗ്രഹം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. ചർച്ചിൻ്റെയും മിനിസ്ട്രിക്കും വേണ്ടിയിട്ടും പാർട്ണറാകുക. പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുക. കർത്താവിൻ്റെ ഒത്തിരി വർക്കുകൾ നോർത്ത് ഇന്ത്യയിൽ അനുഗ്രഹം നിറഞ്ഞ രീതിയിൽ നടക്കുന്നു. ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥനകളും അങ്ങേ കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം. ബ്ലെസ്സിങ്സ് ഓൺ യു, ബ്ലെസ്സിങ്സ് ഓൺ യു. ബൈ.